അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. ഷൊർണൂർ നഗരസഭയിൽ നമസ്തേ ഡേയോടനുബന്ധിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പ്രതിഷേധവുമായി ബിജെപിയും കോൺഗ്രസും. ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന തുടങ്ങിയവർ പ്രയോജനപ്പെടുത്തേണ്ട പദ്ധതി നഗരസഭാ ജീവനക്കാരെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തിയെന്നാരോപിച്ചാണ് ബിജെപിയും കോൺഗ്രസും രംഗത്ത് വന്നത്. ഇതെന്താ വിഷയം അറിയാൻ പാടില്ലേ? ഇതൊക്കെ അല്ല, ഇതിന്റെ ഉള്ളിലൊക്കെ രാഷ്ട്രീയം നമുക്ക് അറിയാന്ന്. ഈ ക്ലാസ് പറഞ്ഞ ചെറുപ്പത്തിന്റെ ശരിയല്ലല്ലോ. അവരെ വിളിച്ചുള്ള പരിപാടി അവരെ താഴ്ത്തിരുത്തിയിട്ട് നമ്മളിവിടെ കൂടുതലയ്യ അവരെ ഫോട്ടോ എടുക്കാനായി മാത്രം കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രയോജനപ്പെടുത്തുകയാണെന്നും പദ്ധതികൾ ഒന്നും തന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നും ബി.ജെ.പി. കൗൺസിലർ ഇ.പി. നന്ദകുമാർ പറഞ്ഞു. അതേസമയം മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഹരിതകർമ്മസേനയെ അറിയിക്കാതെ വിളിച്ചുവരുത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അപമാനിച്ചെന്നും ഈ രീതിയിൽ നഗരസഭ മുന്നോട്ട് പോയാൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ബി.ജെ.പി. നേതൃത്വം നൽകുമെന്നും ഇ.പി. നന്ദകുമാർ പറഞ്ഞു. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി, ആ പദ്ധതി പ്രകാരം ഷൊർണൂർ നഗരസഭാ പ്രദേശത്തുള്ള സാനിറ്റേഷൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഈ പ്രദേശത്തുള്ള മറ്റ് ശുചീകരണ പ്രവർത്തനമായി നടത്തുന്ന സാധാരണക്കാരായ ആൾ, അവരുടെ ഇത്തരം ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്കുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചേർത്ത് പിടിപ്പ്, അതാണ് ഈ നമസ്തേ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഇന്ന് ഷൊർണൂർ നടത്തുന്നത് ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളെ അടക്കം മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ ഷൊർണൂരിലെ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഒരു ഉദ്ഘാടന പരിപാടി മാത്രം നടത്തുന്നു. ഇവിടെ കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ അത് നാമമാത്രമായി നടത്തുകയും അത് ഫോട്ടോ എടുത്ത് അയക്കുകയും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക്, ഇതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല. ഇത് ശരിയായൊരു പരിപാടിയല്ല. ഹരിതകർമ്മ സേന അംഗങ്ങൾ അവരെ വിളിച്ചു വരുത്തുകയും അവർക്ക് എവിടെയാണ് ക്യാമ്പ് എന്ന് പോലും അറിയിക്കാൻ ഇവർ തയ്യാറല്ല. ഫാൻ ഇല്ലാത്തതുകൊണ്ട് സ്ഥലം മാറ്റുന്നത്, ഫാൻ ഇല്ല എന്ന് ഇവർക്ക് മുൻകൂട്ടി അറിയാം. എന്നാൽ അത്തരം കേന്ദ്രങ്ങൾക്ക് നോക്കി അവർക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് വെക്കാവുന്നതാണ്. അത് ചെയ്തിട്ടില്ല. അതായത് പേരിനൊരു പരിപാടി നടത്തി ഫോട്ടോ എടുത്ത് അയക്കുക എന്ന പരിപാടിയിലേക്ക് നഗരസഭയിലെ പ്രൊജക്റ്റുകൾ മാറിക്കഴിഞ്ഞു. ഇത് ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ക്യാമ്പിൽ വെച്ചിട്ട് അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ പറയുന്ന ആളുകളെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് വരെ ഇവരാരും വന്നിട്ടില്ല. അവരിവിടെ ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കണം. ഇവർക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. അത് ശരിയായ പരിപാടിയല്ല. ഇവിടുത്തെ ആളുകൾക്ക് അവർക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പാണ്, അല്ലാണ്ട് നഗരസഭയിലെ കൗൺസിലർമാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ഉള്ള ക്യാമ്പല്ല. അവർക്കുള്ള ക്യാമ്പാണ്. അവർക്കുള്ള ക്യാമ്പിൽ അവരെ ഉൾപ്പെടുത്താതെ പിന്നെ ആരെയാണ് ഉൾപ്പെടുത്തുക? ഇത്തരം രീതി കൊണ്ട് നഗരസഭ മുന്നോട്ട് പോയാൽ അത് ശക്തമായ പ്രതിഷേധം ഇനിയും ബി.ജെ.പി. അംഗങ്ങൾ ചൂണ്ടിക്കാട്ടും. ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കൗൺസിലർമാരെ അറിയിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ കുത്തഴിഞ്ഞ് ഉത്തരവാദിത്തമില്ലാത്ത നഗരസഭയായി ഷൊർണൂർ നഗരസഭ മാറിയെന്നും കോൺഗ്രസ് കൗൺസിലർ വി.കെ. ശ്രീകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഷൊർണൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി ഗ്രൂപ്പിലിട്ടു എന്നാണ് പറയുന്നത് നഗരസഭ. ഇവിടെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു സംവിധാനം സംഘടിപ്പിക്കുമ്പോൾ അത് ഇവിടെയുള്ള കൗൺസിലർമാരെ കൃത്യമായി അറിയിക്കുകയോ മറ്റുള്ളവരൊന്നും അറിയിക്കാതെ ഒരു വിഭാഗം ആളുകൾ, ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് മുകളിലുള്ള ഒരു ഹാളിലാണ് ഈ പരിപാടി എന്ന് പറയുകയും നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ വെച്ച് ഡോക്ടർമാരടക്കം പരിപാടി നടത്തുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എവിടെയെന്നറിയാതെ 19ഓളം പേര് അവിടെ ഇവിടെയും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് കൃത്യതയോടുകൂടി ചെയ്യാതെ പല സാഹചര്യങ്ങളും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ഈ നഗരസഭ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്? ഇത്തരത്തിൽ കുത്തഴിഞ്ഞ ഉത്തരവാദിത്തമില്ലാത്ത ഈ നഗരസഭയിലെ ഭരണം ഇത്രയും വൃത്തികെട്ട രീതിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അർഹതയുള്ളവരാണ്. അവർക്കൊക്കെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഇത് ചെയ്യാൻ കഴിയാതെ ഈ നഗരസഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇവിടുത്തെ പല വിഷയങ്ങളും ഇവിടെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് പോകുന്നത്. ഇത്തരത്തിൽ ഇനി മുന്നോട്ട് പോയാൽ കോൺഗ്രസും ഇതിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നഗരസഭാ ചെയർപേഴ്സൺ
അഡ്വക്കേറ്റ് പി നിർമ്മല രംഗത്ത് വന്നു. മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എല്ലാ വാർഡ് കൗൺസിലർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും നഗരസഭ നടത്തുന്ന പരിപാടിയിൽ കയറി വന്ന് അലങ്കോലപ്പെടുത്തിയല്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ ഉയർത്തി കാണിക്കേണ്ടതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല പറഞ്ഞു. നഗരസഭയുടെ പദ്ധതികളെ എതിർക്കുക എന്നതാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല വ്യക്തമാക്കി. ഇത് നഗരസഭ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളൊരു നിലപാട് മാത്രമാണ്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിനെ അവരിങ്ങനെ എതിർക്കാൻ പാടില്ലല്ലോ. ഇവിടെ നല്ല രീതിയിൽ അത് നടപ്പിലാക്കുമ്പോൾ അവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഞാൻ വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഇന്നലെ എത്ര മണിക്കാണ് ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതവർ തെറ്റായ കാര്യമാണ് പറയണത്. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ശനിയാഴ്ച വന്നൊരു മെയിലിന് നമ്മൾ എങ്ങനെയാണ് അറിയിപ്പ് കൊടുക്കുക? രണ്ടാം ശനിയാഴ്ച അവധി ദിവസമാണല്ലോ, ഞായറാഴ്ച അവധി ദിവസമാണ്. പിന്നെ തിങ്കളാഴ്ച മാത്രമല്ലേ നമുക്ക് അറിയിപ്പ് കൊടുക്കാൻ കഴിയുള്ളൂ.